ഡോക്ടർ മോഹൻ വർഗീസ്, ഈ സമാധാന കരാറുമായി മുന്നോട്ട് പോകുമ്പോഴും അമേരിക്കയിലുള്ള അവിശ്വാസം ഇറാൻ പരസ്യമാക്കുന്നുണ്ട്. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ശത്രുവായാണ് ഇറാൻ കാണുന്നത് എന്നും വിദേശ ആധിപത്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നും ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖംനയുടെ ഉപദേഷ്ടാവ് അബ്ദുള്ള ഹാജി സാദേഖ് പറയുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുമായുള്ള ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ചർച്ചാ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സമാധാന കരാർ സംബന്ധിച്ച ചർച്ച നടക്കുന്ന സംഘത്തോടാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം നിലപാടുകൾ പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാക്കുമോ? വൺസ് എ ബിറ്റൺ ട്വൈസ് എ ഷൈ. ഇംഗ്ലീഷിലെ ഒരു പദപ്രയോഗമാണ്, ഒരു പഴഞ്ചൊല്ലാണ്. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. ഇതാണല്ലോ മലയാളത്തിലെ തത്തുല്യമായ പഴമൊഴി. ഇത് ഇറാനും ബാധകമാണ്. എത്ര പ്രാവശ്യമാണ് ഇറാൻ അമേരിക്കയുമായി പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, പല സമയത്ത് പല ആവർത്തി. ആണവ ചർച്ച അതിനൊരു ഉദാഹരണം. ഒബാമയുടെ കാലത്ത് സംസാരിച്ചു, വിശദമായ സംസാരം നടത്തി. 2015 ഒബാമ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ട്രംപ് അധികാരത്തിൽ ആദ്യ തവണ വരുന്നതിന് മുൻപേ വിശദമായ സമഗ്രമായ ആണവ കരാറിൽ ഒപ്പിട്ടു. അവിടെ ഇറാനും അമേരിക്കയും നേരിട്ടല്ല എന്നോർക്കണം. അത് റഷ്യയുടെയും ചൈനയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ടു. സമഗ്രവും ആധികാരികവുമാണ്. അതനുസരിച്ച് ആണവ പദ്ധതിയുടെ പല കാര്യങ്ങളും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAEA ഇൻസ്പെക്ഷന് വിധേയമായിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു ഉറപ്പ്, ഒരു അന്താരാഷ്ട്ര ധാരണയാണ്. മറ്റ് രാജ്യങ്ങളുടെ കൂടി സ്ഥിരീകരണം അതിനുണ്ട്. അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഇറാൻ പാലിച്ചില്ല എന്നാണ് പിന്നീട് അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഷ്യം. അത് ഭാഷ്യമാണ്. ഇറാൻ എങ്ങനെയാണ് കരുതുക, നാളെ അമേരിക്കയിൽ മറ്റൊരാൾ അധികാരത്തിൽ വരും, അദ്ദേഹം തൻ്റെ മുൻഗാമിയുടെ കരാറുകൾ പാലിക്കില്ല, അല്ലെങ്കിൽ അത് ബഹുമാനിക്കില്ല, അതിന് വേണ്ട ആദരം കൊടുക്കില്ല എന്ന് മുൻകൂട്ടി എങ്ങനെ ചിന്തിക്കും? അങ്ങനെ ട്രംപ് അധികാരത്തിൽ വന്നു. 2018 ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിൻവാങ്ങി. അപ്പോഴാണ് അതിൻ്റെ കാരണം പറയുന്നത്. വളരെ ഗോപ്യമായ രീതിയിൽ, വളരെ ക്ലാൻഡസ്റ്റൈൻ രീതിയിൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ടായിരുന്നു. കാരണം അനുവദനീയമായിരുന്ന ആ കരാറിലൂടെ അനുവദനീയമായിരുന്നത്, എഗ്രീഡ് ആയിരുന്നത് 3.6% സമ്പുഷ്ടീകരണം യുറേനിയത്തിന് വരുത്തുക. അത് ഊർജ ഉത്പാദനത്തിന് വേണ്ടിയാണ്. അതിൽ നിന്നും ഏറെ മുന്നോട്ട് പോയി ഇറാൻ എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്തത് 2018 ട്രംപ്. പക്ഷേ 60% അങ്ങെത്തി ഇരുന്നില്ല എന്നതും പ്രസ്താവയോഗ്യമാണ്. എത്ര ശതമാനം അമേരിക്ക അന്ന് തെളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ ഇറാൻ വർദ്ധിത വീര്യത്തോടു കൂടി ഈ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങിയെന്നത് വാസ്തവം തന്നെയാണ്. 60% എത്തി നിർത്തിയത് 2018 പിന്നീട് ആക്രമണം സംഭവിച്ച 2025 ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇറാനിയൻ ന്യൂക്ലിയർ പദ്ധതികൾ, സെൻട്രിഫ്യൂജുകൾ ഓവർ ടൈം വർക്ക് ചെയ്തു. ആണവ നിലയങ്ങൾ വളരെ അധികം ഹൈ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തു എന്ന് കരുതേണ്ടി വരും. പരസ്യമായി ഇറാൻ പറഞ്ഞിരുന്നത് ഇത് ഹറാമാണ്, ആണവായുധങ്ങൾ അത് തങ്ങൾ ഉണ്ടാക്കില്ല, ഉപയോഗിക്കില്ല. പക്ഷേ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം എന്ന നിശ്ചയദാർഢ്യം ഇറാനുള്ളതുപോലെ തോന്നിയിരുന്നു. അപ്പോൾ ഇത് രണ്ട് തലയുള്ളൊരു വാളാണ്. ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് ഒരു വാക്കാൽ പറയുന്നതാണ്. ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ നേരത്തെ എത്തി നിർത്തി എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒത്തുചേരുന്നില്ല എന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അമേരിക്ക ആക്രമണം നടത്തിയത്. ഇപ്പോഴിതാ അമേരിക്കയെ വിശ്വസിക്കരുത് എന്ന് ഇറാൻ പറയാനുള്ള കാരണം എന്താണ്? 2025 ജൂൺ മാസം 5 റൗണ്ട് ചർച്ചകൾ നടത്തി ഇരിക്കുമ്പോഴാണ് ഒമാനിൽ, അതിൻ്റെ മധ്യയാണ് അപ്രതീക്ഷിതമായി അമേരിക്ക ആക്രമണത്തിൽ ചേരുന്നത്. ഇറാനുമായി യുദ്ധമുണ്ടായിരുന്നു, ഇറാനുമായി തർക്കമുണ്ടായിരുന്നു. അത് ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് മുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുകയാണ്. അതിനിടയിൽ പല ആവർത്തി ഇസ്രായേലും ഇറാനും തമ്മിൽ പോരാടി ആകാശമാർഗം മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. അമേരിക്ക അതിൽ പങ്കാളി ആയില്ല ജൂൺ 2025 വരെ. പക്ഷെ ജൂൺ 2025 അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയായി. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ യുദ്ധവിരാമത്തിന് തൊട്ട് മുമ്പ്, താൽക്കാലിക വെടിനിർത്തലിന് തൊട്ട് മുൻപുള്ള 3-4 ദിവസം ഈ ഹെവി ബംബാർഡ്മെന്റ്, ഹെവി പൗണ്ടിങ് ഓവർ ഇറാനിയൻ ടൗൺഷിപ്സ് ആൻഡ് സിറ്റീസ്, എസ്പെഷ്യലി ദ ന്യൂക്ലിയർ സെന്റേഴ്സ്. ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച്, B2 ബോംബേഴ്സ് ഉപയോഗിച്ച്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച്
ഇറാന്റെ ആണവ നിലയങ്ങളെ തകർപ്പണമാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ തകർപ്പണമാക്കാൻ പറ്റിയില്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ വിശ്വാസവഞ്ചനയുടെ മറ്റൊരു ഏട് കൂടി. അപ്പൊ ചർച്ച നടത്തുന്നു. ഒമാനിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുന്നു, ആണവ ചർച്ച. അതിനിടയിൽ പ്രത്യേക കൂടുതലായ പ്രകോപനമൊന്നും ഇല്ലാതെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് ഓർക്കണം. അപ്പോൾ അത് രണ്ടാം ഊഴം. മൂന്നാമത്തെ പ്രാവശ്യം എന്തുകൊണ്ട് ഇറാൻ ഇങ്ങനെ സംസാരിക്കുന്നു എന്നതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട് മൂന്നാമതേയും സംഭവിച്ചു? മൂന്നാമത് ഫെബ്രുവരി 28, 2026 ഈ വർഷം ടെഹ്റാന് മേലും മറ്റ് പല നഗരങ്ങളുടെ മേലും സംയുക്തമായ അറ്റാക്ക്, കില്ലിംഗ് ഇറാൻസ് ടോപ്പ് മോസ്റ്റ് ലീഡർ അയത്തുള്ള അലി ഖൊമേനി ഉൾപ്പെടെ വധിക്കുന്ന അന്ന് അതോടൊപ്പം തന്നെ 48 പേരുടെയും മരണത്തിന് കലാശിച്ച ഒരു ആക്രമണം. അതിൻ്റെ പിന്നിൽ ഇൻഡിപെൻഡൻ്റായി പരിശോധിച്ചാൽ ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. ആണവ ചർച്ചകൾ നടക്കുകയായിരുന്നു ജനീവയിൽ വെച്ച്. ഇപ്പോൾ ജനീവ ചർച്ച നടക്കുന്നത് പോലെ തന്നെ അന്ന് ആണവ ചർച്ചകൾ നടക്കുകയായിരുന്നു. 4 റൗണ്ടുകൾ പിന്നിട്ട് 5ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. വിയന്നയിൽ വെച്ച്, ഓസ്ട്രിയയിൽ വിയന്നയിൽ വെച്ച് അടുത്ത റൗണ്ട് തീയതി നിശ്ചയിച്ച് പിരിഞ്ഞതിന് ശേഷമാണ് അപ്രതീക്ഷിതവും നാടകീയവുമായ രീതിയിൽ ഇറാനെ അമേരിക്ക വീണ്ടും ആക്രമിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിനോ അമേരിക്കൻ ചർച്ചയ്ക്ക് വേണ്ടി അയച്ച സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ, ജാരഡ് കുഷർ ആകട്ടെ, ഇനി സാക്ഷാൽ JD വാൻസ് ആകട്ടെ, നൽകുന്ന ഉറപ്പുകളുടെ വിശ്വാസ്യത എന്താണ്? ട്രംപിനെ കുറിച്ച് നമ്മൾ പറയും ട്രംപിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്, അല്ലെങ്കിൽ കുറുപ്പിന്റെ ഉറപ്പ് പോലെയാണ് അമേരിക്കയുടെ ഉറപ്പ് എന്ന് പൊതുവെ ഭംഗ്യാന്തരേണ പറയാൻ ട്രംപിന്റെ നേതൃത്വമാണെങ്കിൽ. പക്ഷേ കുറച്ചുകൂടെ പ്രൊഫഷണലായി JD വാൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. JD വാൻസ് ഈസ് എ സീനിയർ പാർട്ട്ണർ. ഇറാന്റെ ഭാഗത്ത് നിന്ന് 2 പേരാണ്. അബ്ബാസ് അറാക്ചി മുൻപ് തന്നെ ഉണ്ടായിരുന്നു, വിദേശകാര്യമന്ത്രി. ഇപ്പോൾ പുതിയതായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഗലിബാഹ് എന്ന പാർലമെന്റ് സ്പീക്കർ. ഈ 2 പേരുമാണ് ഇറാന്റെ ചർച്ചകൾ നിയന്ത്രിക്കുന്നത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അയത്തുള്ള മുജ്തബ ഖൊമേനിയുടെ ഉപദേഷ്ടാവ് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇറാന് വേണ്ടി സംസാരിക്കുന്ന അറാക്ചിയോടും ഗലിബാഹിനോടും പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കണ്ണുമടച്ച് അമേരിക്ക നൽകുന്ന ഉറപ്പുകൾ വിശ്വസിക്കേണ്ടതില്ല. അമേരിക്ക 3-4 ഉറപ്പുകൾ നൽകി. എന്താണ്? ആസ്തികൾ ഭാഗികമായി വിട്ടുകൊടുക്കും. അതുപോലെ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഇറാന്റെ കപ്പലുകൾക്ക് നിയന്ത്രണമില്ലാതെ പോകാം. ഇറാനും പറഞ്ഞു തങ്ങൾ കപ്പം പിരിക്കില്ല, ചുങ്കം പിരിക്കില്ല, പ്രത്യേക ഫീസ് ഒന്നും ഈടാക്കില്ല. അത് 2 മാസത്തേക്കാണ്. അതനുസരിച്ച് ഏതാനും കപ്പലുകൾ കടന്നുപോയി. 11,000-ൽ പരം ചെറുതും വലുതുമായ കപ്പലുകൾ ഇപ്പോഴും ബ്ലോക്ക്ഡായി കിടപ്പുണ്ടെന്ന് ഓർക്കണം, പേർഷ്യൻ ഗൾഫിനുള്ളിൽ. ഇപ്പോൾ ഒമാൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്തകൾ അനുസരിച്ച് ഒമാൻ എന്ന രാജ്യം, ഒമാൻ ഒരു സ്റ്റേക്ക് ഹോൾഡർ കൂടിയാണല്ലോ. ഒമാൻ്റെയും കൂടെ തീരദേശത്തു കൂടി വേണമല്ലോ കപ്പലുകൾ കടന്നു പോകാൻ. പല കപ്പൽപാതകളുണ്ട്. പ്രധാന കപ്പൽപാത ഉപയോഗിക്കാതെ ഒമാൻ തീരത്തോട് ചേർന്ന 2 പുതിയ കപ്പൽപാതകൾ കൂടി തുറക്കാൻ വേണ്ടി ഒമാൻ തീരുമാനിച്ചിരിക്കുന്നു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ ഗൾഫ് പ്രദേശത്തുണ്ട്. ഈ നിമിഷം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് വിവിധ രാജ്യങ്ങൾ, കുവൈറ്റിൽ, ഇപ്പോൾ ദോഹയിൽ എത്തി. അവിടെ നിന്നും ബഹ്റൈനിൽ GCC രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ, ഒബ്സർവറായി പങ്കെടുക്കാൻ അദ്ദേഹം അവിടെയുണ്ട്. ദോഹയിൽ അദ്ദേഹം ബഹ്റൈനിലുണ്ട്, മനാമയിലുണ്ട്. അപ്പം അവിടെ നടക്കുന്ന ചർച്ചകളുടെ എല്ലാം ആകത്തുക ഒരു പാരലൽ റൂട്ട് ഇവിടെ വേണം. ഇറാന്റെ സമീപത്തുകൂടിയുള്ള കപ്പൽച്ചാലല്ല, മറിച്ച് ഒമാന്റെ സമീപത്തുകൂടി ഒരു കപ്പൽച്ചാൽ, അത് മൾട്ടിപ്പിൾ കപ്പൽ ചാലുകൾ ഉണ്ടാകണം സമാന്തരമായി. അത് മാത്രമല്ല, ഒമാന്റെയും ഇറാന്റെയും എല്ലാം ഒരു മേൽനോട്ടം അവിടെ ആവശ്യമുണ്ട്. കാരണം മൈനുകൾ ഇറാൻ വിതറിയിട്ടുണ്ടെങ്കിൽ ആ മൈനുകളിൽ തട്ടി കപ്പൽ ഛേദമുണ്ടാവരുത്, അത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഒരു വഴി നടക്കുന്നു, കപ്പലുകൾ നീങ്ങുന്നു. എത്ര കാലത്തേക്ക് എന്നതിന് ഒരു ഉറപ്പുമില്ല. നിലവിൽ ഇറാന്റെ എണ്ണ ലോക വിപണിയിൽ വിൽക്കാനുള്ള അനുവാദം ഇറാനുണ്ട്. അത് ഒരു ഉറപ്പാണ്. ചർച്ചകളിൽ, ആദ്യ റൗണ്ട് ചർച്ചകളിൽ നൽകപ്പെട്ട ഉറപ്പാണ്. ഈ 14 ഇന നിർദ്ദേശങ്ങളിൽ ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ അത് മിക്കതും അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. അതിൽ ഒരു കാര്യമാണ്, അത് പ്രാവർത്തികമാകുന്നു. പക്ഷേ ഇത് അന്തിമമല്ല, ആത്യന്തികമല്ല. അതിനിടയിൽ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവാം എന്ന ഒരു ചിന്തയാണ് ഇറാന്റെ
നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. നെഗോസിയേറ്റേഴ്സിനോട് പറയുക, നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതില്ല. കുറേ കപ്പലുകൾ പോയി, ശരിയാണ്, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറഞ്ഞു, $73 കുറഞ്ഞു. സംഘർഷം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് $120 വരെ ഉയർന്നതാണ് ഒരു വീപ്പയ്ക്ക്, ഒരു ബാരലിൻ്റെ വില. അത് ഘട്ടം ഘട്ടമായി കുറഞ്ഞ് സമാധാന പ്രക്രിയ ഇപ്പോൾ ട്രാക്കിലാണ്. ഇപ്പോൾ വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. ഇത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്, ശുഭപ്രതീക്ഷയാണ്. പക്ഷേ ഓവർ ഓപ്റ്റിമിസം പാടില്ല എന്നതാണ് ഇറാൻ്റെ നിലപാട്, ഇറാൻ്റെ നയം. അതുകൊണ്ടാണ് എണ്ണ വില കുറഞ്ഞു, കപ്പലുകൾ നീങ്ങുന്നുണ്ട്, സുഗമമായി തന്നെ നീങ്ങുന്നുണ്ട്. പ്രത്യേക ആക്രമണം ഒന്നും തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടത്തിയതായി തെളിവില്ല. പക്ഷേ ഇറാൻ പറയുന്നതിന് പിന്നിലെ ഒരു കാര്യം, ഇസ്രയേൽ ഇതുവരെ പൂർണ്ണമായി അടുത്തിട്ടില്ല. അമേരിക്കയോട് ഒന്നും രണ്ടും പറഞ്ഞ് കലഹിച്ച് നിൽക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിനെ മെരുക്കേണ്ടത് ഇറാനെയോ അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സിയായ ഹിസ്ബുള്ളയോ ആക്രമിക്കുന്നതിൽ നിന്നും ഇസ്രയേലിനെ അമേരിക്ക തടയും എന്നതാണല്ലോ കരാറിലെ ഒന്നാമത്തെ പ്രൊവിഷൻ. അതായത് മേഖല യുദ്ധവിമുക്തമാകണം. ആ മേഖല എന്ന് പറയുമ്പോൾ ഇറാൻ ഉൾക്കൊള്ളുന്ന മേഖല മാത്രമല്ല, ഇസ്രയേലും അതിന് ചുറ്റുപാടുമുള്ള മേഖല. അവിടെയാണ് ഹൂതീസ് അല്ല ഹമാസ് ആൻഡ് ഹിസ്ബുള്ള ആക്റ്റീവായിരിക്കുന്നത്. ആ മേഖല കൂടി യുദ്ധവിമുക്തമാകണം. എങ്കിൽ മാത്രമേ തങ്ങൾ കരാറിനെ പൂർണ്ണമായി അംഗീകരിക്കൂ എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രയേൽ പാലം വലിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കൊപ്പരമുണ്ടാക്കാൻ, എന്തെങ്കിലും അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ അമേരിക്കയെ പോലും വെട്ടിലാക്കാൻ ഇസ്രയേൽ വിചാരിച്ചാൽ കഴിയും. എന്തുകൊണ്ടാണ്? ഇസ്രയേൽ ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. ലെബനനിലേക്കുള്ള ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നു എന്ന് കരുതുക. ഇത് തടയാൻ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാനാവും? ഇസ്രയേലിൻ്റെ മേൽ കൊണ്ടുപോയി ബോംബിടാനാവില്ല. സംയമനം പാലിക്കൂ മിസ്റ്റർ നെതന്യാഹു, പ്ലീസ് എക്സർസൈസ് റിസ്ട്രെയിൻറ്റ് എന്ന് കൽപ്പിക്കാനേ പറ്റൂ. അങ്ങനെ ആഗ്രഹിക്കാനേ പറ്റൂ അമേരിക്കയ്ക്ക്. ചെയ്താൽ ചെയ്തു. അതുകൊണ്ടാണ് ഓവർ ഓപ്റ്റിമിസം പാടില്ല എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അടിക്കടി ഉണ്ടായ രൂക്ഷമായ പ്രസ്താവനകൾ, വേണ്ടി വന്നാൽ ഹോർമൂസ് എങ്ങാനും നിങ്ങൾ അടച്ചാൽ നിങ്ങളുടെ നെഗോഷിയേറ്റേഴ്സിനെ, അതായത് ഗാലിബാഹിനെയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെയും തങ്ങൾ വേണ്ടി വന്നാൽ തടവിലാക്കും, റാഞ്ചിക്കൊണ്ടു പോകും. മഡുറോയെ റാഞ്ചിക്കൊണ്ട് പോയതുപോലെ തങ്ങൾ വേണ്ടി വന്നാൽ റാഞ്ചിക്കൊണ്ടു പോകും എന്ന രീതിയിൽ ഉൾപ്പെടെ ട്രംപ് പ്രസ്താവന പറഞ്ഞു. ഇതിൽ പ്രകോപിതരായി ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് ജനീവയിൽ ചർച്ചയ്ക്ക് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഈ വെടിപൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും ഒമാൻ്റെ ഖത്തറിൻ്റെ നേതൃത്വം എല്ലാം കൂടി ചേർന്ന് സമാശ്വസിപ്പിച്ച് ഇറാനെ വീണ്ടും നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും നെഗോഷിയേറ്റിംഗ് ടേബിൾ തിരിച്ചെത്തിയത് നന്നായി. ഒരു ഏകദേശ ധാരണയായി ഒന്നാം റൗണ്ട് ചർച്ച വിജയിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. പക്ഷെ അപ്പോഴാണ് ഇറാൻ്റെ പ്രസ്താവന വരുന്നത്, കണ്ണുമടച്ച് അമേരിക്കയെ വിശ്വസിക്കേണ്ടതില്ല. ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ്. കണ്ണുമടച്ച് ഇൻ്റർനാഷണൽ നെഗോസിയേഷനിൽ ചില എഗ്രിമെൻറ്റുകൾ, ജെന്റിൽമാൻലി എഗ്രിമെൻ്റ് എന്ന് പറയാം, ഓണറബിൾ എഗ്രിമെൻ്റ് എന്ന് പറയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഓണർ, പറയുന്ന വാക്കിന് വിലയില്ലാത്ത ഒരു ഭരണാധികാരി അമേരിക്കയുടെ തലപ്പത്തുണ്ടെങ്കിൽ എന്ത് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം, അത് പാലിക്കപ്പെടണം. തങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ശരി, തങ്ങൾ അത് പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം. എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നാൽ അതിലെ കരാറിലെ ഇൻ്റർനാഷണൽ കവനൻസ് അങ്ങനെയാണ്. ആ ട്രീറ്റികൾ പാലിക്കപ്പെടാൻ ഉള്ളതാണ്. അതിൻ്റെയൊക്കെ പേരാണല്ലോ റൂൾഡ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ. അപ്പം പ്രകാരം നിയതമായ ചട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലോകക്രമത്തിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം മാത്രമേ ഇതെല്ലാം പാലിക്കപ്പെടാനാവൂ. ഇത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലാണ് ഒരു കരാർ തന്നെ, ഒരു ഡീൽ എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ എ ഡീൽ ഫ്രം ദ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്. അങ്ങനെ ഒരു ഡീൽ ഒപ്പിട്ടാൽ ശരിയാവില്ല. ഡീൽ മ്യൂച്വലി എഗ്രിയബിൾ ആവണം, മ്യൂച്വലി അണ്ടർസ്റ്റാൻഡബിൾ ആകണം, മ്യൂച്വലി ബെനിഫിഷ്യൽ ആയെങ്കിൽ അല്ലാതെ ഒരു ഡീൽ ഒപ്പിട്ടാൽ അണ്ടർ ഡ്യൂറസ് ആയിരിക്കും, നിർബന്ധ ബുദ്ധിയ, അല്ലെങ്കിൽ ഒരാൾ കീഴടങ്ങിക്കൊണ്ടുള്ള ഡീലായിരിക്കും. അങ്ങനെ കീഴടങ്ങലിൻ്റെ ഡീൽ ഒരിക്കലും പാലിക്കപ്പെടില്ല. അതുകൊണ്ടാണ് ഒരു ഡീൽ, അന്തിമ ഡീൽ ഒപ്പിട്ടിട്ടില്ല, അത് 2 മാസം നടക്കുന്ന കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ എത്തിച്ചേരാനുള്ള ഡീലിൽ എത്തിച്ചേരുന്നതിന് മുൻപുള്ള ചതിക്കുഴികൾ ശ്രദ്ധിക്കണം എന്ന് ഇറാൻ പറയുന്നു. ഇറാന്റെ ഭാഗത്ത് വിശ്വാസവഞ്ചന ഉണ്ടെങ്കിൽ അമേരിക്കയും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് പറയുകയും ആണവ വിഷയത്തിൽ തങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന വാക്കാൽ ഉറപ്പ് പറയുന്നു. അത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയാൽ
തീർച്ചയായും അമേരിക്ക ആ ഡീലിൽ നിന്ന് പിൻവാങ്ങിയേക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാവില്ല. കാരണം തീർച്ചയായും അതൊരു കാര്യം. അല്ലെങ്കിൽ ഇറാൻ അത് പറയരുത്. ഇറാൻ പറയണം തങ്ങൾ ആണവ ആയുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകും. ആണവ പദ്ധതി എന്ന് പറയുന്നതും ആണവ ആയുധ നിർമ്മാണം എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടാണ്. ആണവ പദ്ധതി ഒരു രാജ്യത്തിൻ്റെ അവകാശമാണ്. ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി അണുശക്തി ഉപയോഗിക്കുക എന്നത് അവകാശമാണ്. ആണവ ആയുധമുണ്ടാക്കുന്നത് ഒരുപക്ഷെ അവകാശമാണ്. പക്ഷേ അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഉഭയകക്ഷി ധാരണയുടെ അടിസ്ഥാനത്തിൽ അയൽ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന ഒരു പെർസെപ്ഷൻ ഉള്ളത് കൊണ്ട് തങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുന്നു. സമ്പുഷ്ടീകരണം ആ ആയുധ വെപ്പൺ ഗ്രേഡിലേക്ക് തങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്. അത് ധാരണയുടെ ഭാഗമാണ്. അത് ഈ 14 ധാരണയുടെ ഒരു ഭാഗവുമാണ്. അതേക്കുറിച്ച് കൂടുതൽ തീർച്ചമൂർച്ച വരുത്തണമെങ്കിൽ ആണവ വിഷയത്തിൽ സ്പെസിഫിക് ചർച്ചകൾ നടത്തണം. അതിന് 2 മാസം സമയമുണ്ട്. അതിനിടയിൽ ഇത് ചവിട്ടിക്കുഴയ്ക്കാൻ ശ്രമങ്ങൾ നടക്കും ഒന്ന് ഉറപ്പാണ്. നടക്കും. പക്ഷെ ശ്രമം നടന്നു എന്നതുകൊണ്ട് മാത്രം അത് കുഴയണം എന്നില്ല. ആ ഒരു ശബ്ദമാണ്, ആ ഒരു കൺസേൺ ആണ്, ആശങ്കയാണ് ഇറാന്റെ നേതൃത്വം പങ്കുവച്ചത് എന്നുകൂടി പ്രേക്ഷകരെ ഓർപ്പിക്കുന്നു.